എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഹൊറർ ഗെയിം സീരീസിൽ രണ്ടാമത്തെ ഗെയിമാണ് കേട്ടോ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിനകത്ത് ഗ്രാനി ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കളിച്ച് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ രണ്ടാമതായിട്ട് കളിക്കാൻ പോകുന്നത് ഒരു ഇന്ത്യൻ ഹൊറർ ഗെയിമാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഈ ഗെയിമിൻ്റെ പേരാണ് മഞ്ജുലിക്ക. അപ്പോൾ നമ്മളിനി മഞ്ജു ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കളിക്കാൻ പോവാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കാൻ മറക്കല്ലോ കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ ഗെയിം വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കളിക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഡിഫിക്കൽട്ടി മീഡിയം അല്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഗെയിം കളിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പ്രാക്ടീസാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കളിക്കാം. ഓക്കെ, ഡേ 1. ഇതിനകത്ത് 3 ദിവസമാണ് കേട്ടോ ഉള്ളത് നമുക്ക് ജയിക്കാൻ വേണ്ടി. മഞ്ജു ചേച്ചിയുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ആദ്യം തന്നെ. ഈ റൂമാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു മിററൊക്കെ ഉണ്ട് ഇവിടെ, പിന്നെ ഒരു സ്കളിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് 2 വഴിയാണ് കേട്ടോ ഉള്ളത് രക്ഷപ്പെടാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ സ്കൂട്ടർ എടുത്ത് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് ട്രെയിനുണ്ട് അതെടുത്ത് രക്ഷപ്പെടാം. അപ്പം ഞാൻ ഇവിടെ ചിന്തിക്കുന്നത് സ്കൂട്ടർ എടുത്ത് രക്ഷപ്പെടാമെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 2 സ്കൂട്ടർ ടയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ സ്കൂട്ടർ ടയർ കണ്ടുപിടിക്കണം. പിന്നെ ഇത് മാത്രമല്ല, ഇവിടെ നമുക്ക് ഇവിടെ ഈ മണ്ണിൻ്റെ അകത്തായിട്ടാണ് ഒരു കീ ഉണ്ട്. അപ്പോൾ നമുക്കതെടുക്കാൻ വേണ്ടി ഷവൽ വേണം. അപ്പോൾ ആ കീ കിട്ടുവാണെങ്കിൽ ആ കീ വെച്ച് നമുക്ക് എല്ലാ ഡോറും തുറക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കൂട്ടർ ടയറൊക്കെ ചിലപ്പം ഈ സ്കൂട്ടറിലേക്ക് പോകാനുള്ളതെല്ലാം ചിലപ്പോൾ അവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക, പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഷവലാണ് ഏറ്റവും അധികം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സ്കൂട്ടർ ഇവിടെ താഴേക്ക് വയ്ക്കും. അപ്പോൾ ഞാൻ ഷവൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായാൽ മതി, ഇതായിരിക്കണം നല്ലത്. അപ്പോൾ ഈ 2 ഇപ്പോൾ മഞ്ജു ചേച്ചിനെ കാണുന്നില്ല. അതെ, അവിടെയാണ് ഷവലുള്ളത്. ഇവിടേക്ക് എങ്ങനെയെങ്കിലും വരണം. ഇതെങ്ങനെ ഇപ്പോൾ പോവാം? ഇവിടേക്ക് പോകാൻ വേറെ ഏതെങ്കിലും വഴിയുണ്ടോ? നമുക്ക് പിന്നെ നോക്കാം. നമുക്കിനി എന്നാൽ മേളിൽ പോയി നോക്കാം. ഇവിടെ 2 ഫ്ലോറാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം നോക്കി ഇനി നമുക്ക് മേളിലേക്ക് നോക്കാം. ചിലപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ എത്താൻ പറ്റുമായിരിക്കും. ഇവിടെ എന്തോ കിടപ്പുണ്ട്, മാത്സ് ബോക്സ്. അതൊരു ചിലപ്പോൾ ആവശ്യം വരും, അതവിടെ കിടക്കും. നമ്മൾ ഗ്രാനി കളിച്ച പോലെ വലിയ വീടൊന്നും അല്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അല്ലേ ഇതിന് നമ്മൾ എടുക്കണമെങ്കിൽ ആക്സ് ഇവിടെ തന്നെ ആക്സ് ഉണ്ട്. നമ്മളിവിടെ തുറന്നെടുത്തു. ഇവിടെ നമ്മൾ ഈ ഡോറ് തുറക്കണമെങ്കിൽ നമുക്ക് കീയൊക്കെ വേണം. അത് മാത്രമല്ല, ബെഡിൻ്റെ അടിയിൽ ആരെങ്കിലും ഡോറൊക്കെ കൊണ്ടുപോയി വയ്ക്കുമോ ആർക്കറിയാം. മഞ്ജുലേക്ക് ആരോട് പറഞ്ഞിട്ടാണ് വീടാക്കിയത്? ഇവിടെ ഒരു റൂമുണ്ട്, ഈ റൂം കയറി നോക്കാം. ഈ റൂമിൽ എങ്ങോട്ടോ ഒരു വഴിയുണ്ട്, ആ വഴിയിലേക്ക് പോയി നോക്കാം കേട്ടോ.
ഇത് നമ്മൾ നേരത്തെ ഇറങ്ങി വന്ന വഴി പോലെയുണ്ട്. നമ്മളങ്ങനെ ഇവിടെ എത്തി. ഇതാണല്ലേ അപ്പോൾ വഴി. ഇവിടെ നമുക്ക് ഷവൽ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ചെസ്റ്റിലാണ് ഇങ്ങനെ മഞ്ജുലേക്ക് അവളുടെ സ്കൂട്ടറിൻ്റെ കീ വയ്ക്കാറ്. അപ്പോൾ നമുക്ക് അതിനകത്ത് അവൾ വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കിനി ഷവൽ എടുത്തിട്ട് മുന്നോട്ട് പോകാം. നമുക്ക് താഴോട്ട് പോകണം. വഴിയെല്ലാം ഓർത്തിരിക്കണം കേട്ടോ. ഇത് പിന്നെ വഴി ഓർക്കാനും ഭയങ്കര ഈസിയാണ്. കാരണം ഇതിനൊക്കെ കുറച്ച് ഒരു ചെറിയ ഇതാണ്, ചെറിയ വഴിയായിട്ട്. ഇവിടെയല്ല നമുക്ക് ഡിക്ക് ചെയ്യണ്ടേ. അങ്ങനെ നമുക്ക് ഇവിടെ കീ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് എവിടെയാണ് ഡോറ് തുറക്കേണ്ടതെന്ന് ചെന്ന് നോക്കാം. ഇതെല്ലാം കുറേ ഈ ഡോറ് തുറക്കാൻ പറ്റുന്ന ഡോറ് നോക്കാം. ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇവിടെ ഒരു ഡോറ് തുറക്കാനായിട്ട് എന്താണ് ബാത്റൂമിന് ആരെങ്കിലും പുറത്തുനിന്ന് ഇങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കുമോ? ഇവിടെ തുറക്കുക. ഇനിയിപ്പോൾ അടുത്തതിലേക്ക് പോകേണ്ടി വരും. നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമുക്ക് കണ്ടുപിടിക്കണം. അത് നല്ലൊരു റൂമ്. ഇവിടെ ഒരു ചെസ്റ്റ് കുഞ്ഞൊരു ബോക്സ് ഉണ്ട്. നമുക്കങ്ങനെ ഈ കീ സ്കൂട്ടറിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിരുന്നു മഞ്ജു ചേച്ചി വെച്ചിരുന്നത്. ഇവിടെ സ്കൂട്ടറിൻ്റെ ടയർ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളെല്ലാം എവിടെയാണ് ഇരിക്കുന്നത് നല്ല ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഈസി ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ എല്ലാ ഡോറും തുറന്നു. ഇനി മേളിൽ പോകണം തുറക്കാൻ വേണ്ടി. ചില ടൈമിൽ മൊബൈലൊക്കെ ചിലപ്പോൾ ഹാങ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതിനകത്ത് ബഗ്സ് ഉള്ളതുകൊണ്ടല്ല, അത് മൊബൈലിൻ്റെ കുഴപ്പമാണ്. എൻ്റെ മൊബൈൽ കുറച്ചായി, അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഈ 2 റൂമും ഇവിടെ തുറന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ മറ്റേ ഡോറുള്ളത് അവിടെ നമുക്ക് തുറക്കാം. തുറന്നിട്ട് ഇവിടെ സെറ്റ് ബോട്ട് ടയേഴ്സ്. ഇതാണ് നമുക്ക് സ്കൂട്ടറിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇവിടെ നമുക്ക് ഹാമർ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്കിനി ഒരു 2 ടയർ ആവശ്യമുണ്ട്. ഇനി മറ്റത്തെ സൈഡിലെ ഡോറുകളും തുറക്കാനുണ്ട്. പിന്നെ ഇവിടെ 2 വഴികളില്ലേ? ഈ 2 വഴികൾ ഒരു വഴിയാണ് ഇവിടെ പോകുന്നത്. ഇവിടെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. നമുക്കൊരു ടയർ കിടക്കുന്നു. ടയറൊന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇതിനകത്ത് നമുക്ക് കിട്ടിപ്പെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് സ്കൂട്ടറിൻ്റെ ഹാൻഡിലാണ് കേട്ടോ കിട്ടിയേക്കണേ. അപ്പോൾ ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇങ്ങനെ
ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഒരു വീലുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം എടുത്ത് പിന്നെ ഇപ്പോൾ നമുക്ക് ഈ സ്കൂട്ടർ കൊണ്ടുപോയിട്ട് ഈ ഹാൻഡിൽ അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം ഇതിനകത്ത് ഇത് വെച്ചാൽ നമുക്ക് ടയർ വെച്ച് കൊടുത്താലേ നമുക്കിവിടെ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി മേളിലേക്ക് പോകാം. എന്നിട്ട് ഇനി മറ്റേ ടയർ ഇവിടെ എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു, അത് താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ താഴേന്ന് ആ ടയർ എടുത്തുകൊണ്ട് വരണം. ഇവിടെ ഒരു ടയർ ഇട്ടില്ലായിരുന്നോ? ഇല്ല, അത് അവിടെയാണ്. ഞാനിവിടെ ഒരു ടയർ സെറ്റ് ചെയ്തു. ഇനി ഒരു ടയറും കൂടി ഉണ്ട് കേട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ ടയർ ഞാൻ വേഗം കണ്ടുപിടിച്ചെടുക്കണം. ആ ടയർ ഞാൻ എവിടെയോ കണ്ടായിരുന്നു. ആ ടയർ ഏതോ ഒരു നമ്മൾ കീ വെച്ച് ലോക്ക് തുറന്ന ഏതോ ഒരു റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ കണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് മേളിൽ തന്നെയാണ്, നോക്കാം. അപ്പോൾ നമുക്ക് താഴെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ പോകണം. താഴെ പോയിട്ട് മേളിലേക്ക് വരാമെന്നെല്ലാം വെച്ചാൽ ഭയങ്കര മെനക്കേടാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഈസി ആക്കാമായിരുന്നു, കുറച്ചുകൂടി. ആർക്കും മേളിലേക്ക് തന്നെ സാധനങ്ങളെല്ലാം ആക്കി തരാമായിരുന്നു. മനുഷ്യലേക്ക് എന്ത് പൊട്ടത്തിയാ, മേളിലുള്ള സാധനത്തിന് താഴെ കൊണ്ടുപോയി എല്ലാ സാധനം കൊണ്ട് വെച്ച്. ഇത് ബാത്റൂം അല്ലേ? ഈ റൂം തുറന്നല്ല, നേരത്തെ ഉണ്ടായിരുന്നു. അതല്ലേ. സ്കൂട്ടർ ടയർ കിട്ടി. പിന്നെ സ്കൂട്ടറിൻ്റെ കീയും ഇവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് സാധനങ്ങളും ഇവിടെ നടുവശത്ത് കൊണ്ടുപോയിടാം. ഇനി നമുക്ക് വേഗം മേളിലോട്ട് പോകണം. കീ അവിടെ കൊണ്ടുപോയിടണം നമുക്ക്. എന്നിട്ട് നമുക്ക് സ്കൂട്ടർ മുഴുവൻ സെറ്റാക്കിയിട്ട് നമ്മൾ സ്കൂട്ടർ ഓൺ ആക്കണമെങ്കിൽ നമുക്ക് ഹാമർ വേണ്ടേ? ഹാമർ എടുക്കണം. ഇപ്പം നമ്മൾ ഹാമർ വെച്ച് ഡോറ് തുറക്കാൻ വേണ്ടി ആ സാധനങ്ങളെല്ലാം എടുക്കണം കേട്ടോ. നമുക്ക് അവിടെ ഒരു സ്കൂട്ടർ കീ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്കൂട്ടർ കീ വേണമെങ്കിലും എടുക്കാം, ഈ സ്കൂട്ടർ കീ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ നമ്മൾ മുഴുവൻ വഴി തെറ്റിപ്പോയി. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഒരു സ്കൂട്ടറിന് 3 ടയറൊക്കെ വേണം. ചിലപ്പോൾ അവരെടുക്കാൻ വേണ്ടി ഈസിക്ക് വല്ലതും എടുത്ത് വെച്ചതായിരിക്കും, പറയാൻ പറ്റില്ല.
അപ്പോൾ ഇനി മേളിൽ പോയി വേഗം ആ ഹാമർ എടുത്തിട്ട് ആ സാധനം തുറക്കണം. നല്ല രസമുണ്ട് കേട്ടോ ഈ കളി കളിക്കാൻ. എനിക്കിനി ഹാമർ എടുക്കണം. ഹാമർ അങ്ങനെ എടുത്തു. ഇനി ഞാൻ വേഗം അങ്ങോട്ട് പോട്ടെ. മഞ്ജുലിക്ക് എന്നത്തിനാണാവോ ഈ സ്കൂട്ടർ മുഴുവനും വേറെ വേറെ ആക്കി കളഞ്ഞ്. സ്കൂട്ടറിലല്ല, എനിക്ക് ഡോറല്ലേ തുറക്കണ്ടേ. അങ്ങനെ ഡോറ് തുറന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് അടുത്ത ടയർ പോയി എടുക്കണം. അടുത്ത ടയറും കൂടി പോയി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കളി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ രക്ഷപ്പെടും. യെസ്, നമ്മളിനി രക്ഷപ്പെട്ടു. എല്ലാ സാധനങ്ങളും കിട്ടി. നമുക്കിനി ആ സാധനം കൊണ്ടുവന്ന് അങ്ങോട്ട് വയ്ക്കുകയും കൂടി ചെയ്താൽ മതി. നമ്മൾ രക്ഷപ്പെട്ടു. ഇനി ജയിക്കാൻ വെറും 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ തന്നെ മതി. സെറ്റ് ടയർ. ഓക്കെ, ഇനി സ്റ്റാർട്ട് സ്കൂട്ടർ ആൻഡ് റൺ അവേ. രക്ഷപ്പെട്ടു. മഞ്ജു ചേച്ചി നോക്കിയിരിപ്പുണ്ട്. പാവം മഞ്ജു ചേച്ചി തോറ്റുപോയി. യെസ്, അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടു. ദി എൻഡ് ഇതും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.